സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഏകദേശം 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബിസി ആയിരുന്നു, കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാ വീഡിയോയിലും ചിരിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തിന്നേണ്ട വരും. ഈ വീഡിയോ നമ്മൾ ചിരിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ട്രൈ നോട്ട് ടു ലാഫ്. അപ്പം ഇന്ന് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് കുറേ സംഭവങ്ങൾ തിന്നേണ്ടി വരും. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ദാണ്ട് ഉപ്പ്, ഈ ഉപ്പ് തിന്നേണ്ടി വരും. രണ്ടാമത്തെ വട്ടം നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ കയ്പുള്ള നാരങ്ങാനീര് കുടിക്കേണ്ടി വരും. മൂന്നാമത്തെ വട്ടം ചിരിച്ചു കഴിഞ്ഞാൽ അതെ നല്ല എരിവുള്ള പച്ചമുളക് തിന്നേണ്ടി വരും. എന്നും പറഞ്ഞ് നമ്മൾ കട്ടിപ്പിടിച്ച് ചിരിക്കാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ചിരി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. ചിരിപ്പിക്കല്ലേ. 300 സബ് കഴിക്കും. എനിക്കൊക്കെ അടിക്കാറാവുന്നല്ലേ. സബ് ചെയ്ത് തരെ. വീഡിയോയിലോട്ട് പോവാം, സമയം കളയണ്ട. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യാം. ചെയറിലിരിക്കുന്ന തന്റെ സുഹൃത്തിനെ ഒന്ന് വീഴ്ത്താൻ ശ്രമിച്ചതാണ്. എന്നാൽ സുഹൃത്ത് വീണില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം വീഴുകയും ചെയ്തു. ഇങ്ങനെ തൂത്ത തമാശക്കൊക്കെ നമ്മൾ ചിരിക്കണോ? ഇങ്ങനെയുള്ളതിനൊന്നും ഞാൻ ചിരിക്കത്തില്ല. എന്നെ ചിരിപ്പിക്കാൻ വേറെ വീഡിയോ വരേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതെ അതെ, സോറി സുഹൃത്തുക്കളെ, ഞാൻ ചെറുതായിട്ട് ചിരിച്ചു. എനിക്കറിയാം ഞാൻ ചിരിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ചിരിച്ച വേറൊന്നും കൊണ്ടല്ല. ചേച്ചി അവിടെ നിന്ന് വിപ്ലവം സൃഷ്ടിക്കുമായിരുന്നു. പക്ഷെ അത് സൃഷ്ടിച്ചത് ഭൂമിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. കടലിലെ വെള്ളം കുറയ്ക്കാൻ പറഞ്ഞോണോ, ഇല്ലെങ്കിൽ ഇത് വലിയൊരു ദോഷമായി മാറും. ശരി, നമ്മുടെ ടാസ്ക് ഉപ്പ് തിന്ന. ആദ്യത്തെ തുടക്കത്തിലാണ് നമ്മൾ ഉപ്പിൽ നമ്മൾ ഒതുക്കുക. ഉപ്പ് തന്നെ. കുറെ പേര് സംശയം ചോദിച്ചായിരുന്നു പഞ്ചസാര ഇല്ലയോന്ന്. സത്യമായിട്ട് ഉപ്പ് തന്നെ. തിന്നാൻ പോവാ. അരയ്ക്കുന്നു. സത്യം പറഞ്ഞാൽ മുളക് ഇതിനേക്കാൾ ഇത്രക്കില്ല. ഇതങ്ങ് അരയ്ക്കുമോ? ഇങ്ങനെയുള്ള കഴുപ്പ് കാണിക്കുന്നതിനൊക്കെ ഞാൻ ചിരിക്കണോ? ഒരിക്കലും ഇല്ല. അടുത്തത് നോക്കട്ടെ. പോസ്റ്റിലേക്ക് കാർ ഓടിച്ച് കയറ്റിയാൽ പിന്നെ ഇതുപോലത്തെ സർക്കസ് ഒക്കെ കാണിക്കേണ്ടി വരും. എടാ ഇതൊക്കെ കൊള്ളാൻ കേട്ടോ. കഴുപ്പ് കാണിച്ച് വെള്ളം അടിച്ചിട്ട് പോസ്റ്റിലോട്ട് ഇടിച്ച് പറഞ്ഞു ചിരിച്ചല്ല. നാരങ്ങ കൊടുക്കണോ? അപ്പൊ ഇങ്ങനെയുള്ളവന്മാര് കാരണം നാരങ്ങ കുടിക്കാം. പക്ഷെ സബ് ഞെക്കിയൊക്കെ കുറച്ചേ കുടിക്കുന്നുള്ളൂ. കാരണം നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കണം. കുടിക്കുക. വല്ലാത്തൊരു കയ്പും ചെവയും എല്ലാം കൂടെ. രാവിലെ അപ്പൂപ്പന്മാര് വെള്ളം അടിച്ച് ഇറങ്ങിക്കോളൂ ഇതോട്ടുള്ള പണികൾ വരെ. ശക്തമായ കാറ്റുള്ള സ്ഥലത്ത് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കുറെ വെള്ളം കുടിച്ചത് തന്നെ. ഇതിനൊക്കെ എങ്ങനെ ചിരിക്കും? ഒന്നാമത്തെ കാര്യം വായി നാരങ്ങയുടെ ചവ ഇപ്പോഴും പോയിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഇങ്ങനത്തെ വിവേകേടനൊക്കെ ആരെങ്കിലും ചിരിക്കുവോ? ഇങ്ങനെ അറിയത്തില്ല അവിടെ കാറ്റടിക്കും വെള്ളം കുടിക്കാൻ ഒക്കത്തില്ലെന്ന്. പിന്നെയും കുടിക്കുമെന്ന്. അങ്ങാരും കൂടെ അടിച്ചു പോയിട്ട് അങ്ങ് പോരതാ കാറ്റിന്. അച്ചോടാ ചുച്ചില് ഭാഗം ഊഞ്ഞാലടി കളിക്കുവന്നോ? ഇങ്ങനെയൊക്കെ ഉള്ളവന്മാര് ഇല്ല കൂടെ വല്ലതും നടന്നു കഴിഞ്ഞാൽ അമ്മൂമ്മമാര് രാവിലെ ഇങ്ങനെ ഇറങ്ങും. ജോലി ഒന്നും ശരിയായില്ലയോടാ. ഇല്ല, ഇതിലൊന്നും ചിരി വരത്തില്ല. അതൊക്കെ എന്തോ ചിരിക്കാനാ. അടുത്ത് നോക്കട്ടെ. ഇല്ല, ആക്ച്വലി ഞാൻ ചിരിച്ചില്ല. അത് ജസ്റ്റ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടാണ്. ഇനി ചിരിച്ചിട്ടും തിന്നില്ലെന്ന് പറയില്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പല്ല് കാണിച്ചെന്നേ ഉള്ളൂ, ചിരിച്ചില്ല. അതുകൊണ്ട് പോകും എണിച്ചു വരും. ഒക്കെയാണ് യഥാർത്ഥ പവർ. വീണാലും ആരും കളിയാക്കത്തില്ലല്ലോ. ചമ്മിയിലെന്ന് അറിയിക്കാൻ വേണ്ടി പിന്നെ എണ്ണിച്ചിങ്ങ് വരിക. ഏതൊക്കെ എല്ലാം ഒടിഞ്ഞെന്ന് അവസാനം സ്കാൻ എടുത്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഈ വീഡിയോ കാണുമ്പോഴേ നമുക്ക് ചിരി വന്നില്ലെങ്കിലും ആ വീഡിയോ കണ്ട് നമുക്ക് ചിരി വരത്തില്ല. സത്യം പറഞ്ഞാൽ വീഡിയോയെക്കാളും കൂടുതൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ചിരിക്കുന്നവരുടെ ചിരി കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്.
സത്യം പറയാൻ കൊള്ളായിരുന്നു കേട്ടോ, അതൊക്കെ കൊള്ളായിരുന്നു. ചെറുക്കൻ പന്തടിച്ച് വിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? സത്യം പറഞ്ഞാൽ അടിച്ചു വിടുന്നത് കറക്റ്റ് വന്നിട്ട് വന്ന് കൊള്ളുന്നതും ആ വീഡിയോ വൈറലാവുന്നതും പറഞ്ഞിട്ട് ഇപ്രാവശ്യം മുളകൊന്നും നമുക്ക് വലിയ വിഷയമല്ല. കഴിഞ്ഞ വീഡിയോ തിന്നതോടെ മതിയായി, കഴിക്കാം. ഓക്കെ നാരങ്ങാ നീരിനേക്കാളൊക്കെ ഭേദം മുളക് തന്നെയാണ് സത്യം പറഞ്ഞ. A few moments later. ഇതൊക്കെ നമ്മൾ എങ്ങനെ തിരിക്കും? ഓ, അണ്ണൻ വല വീശുന്നു മീനുകളെ പിടിക്കാൻ. ഇറക്കി എറിഞ്ഞു. ഇനി അണ്ണനെ അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അണ്ണൻ മൊത്തത്തിൽ അങ്ങ് പോയി. അണ്ണൻ മീനെ പിടിക്കാൻ നോക്കിയതാണോ അണ്ണൻ മൊത്തത്തിൽ കുഴിഞ്ഞിട്ട് അങ്ങ് വെള്ളത്തിലോട്ട് വീഴാൻ നോക്കിയതാണോ? കൊള്ളായിരുന്നു സത്യം പറഞ്ഞത്. ഇനി നാശം പിടിച്ച് ഉപ്പ് തിന്നണമല്ലോ. കുഴപ്പമില്ല, ഇച്ചിരി കുറച്ച് തിന്നുവാ, കാരണം മറ്റേ എല്ലാം കൂടെ ആയപ്പോൾ വയ്യ സത്യം പറഞ്ഞ്. എടുത്തിട്ടുണ്ട്, ഇത്ര മതി. ഓക്കെ, ഞാൻ കഴിക്കുക. നേരത്തെ ആ മുളകിൻ്റെ എരി ഇപ്പോഴും നിൽക്കുക. മിക്കവാറും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോക്കാൻ പോകണം. സത്യം പറഞ്ഞാൽ ഉപ്പ് സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക്. ഓക്കെ, അടുത്ത വീഡിയോ. എന്ത് ഗുലുഗുലു കൊള്ളാരുത്. ഗുലുഗുലു ഇങ്ങനെയുള്ള ടീച്ചർമാര് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ആപ്പിളിന് അപ്പി എന്നൊക്കെ പറഞ്ഞു കിടക്കും. എന്തുവാടെ ഇതൊക്കെ? എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടി നോക്കണമല്ലോ. ഉപ്പും നാരങ്ങ നീരും വയ്യ. ഇനി അത് തിന്ന എൻ്റെ തലയൊക്കെ അരച്ച് മുളക് മതി. ഇതിന് ഭേദം ഇത് തന്നെ. ഓക്കെ, ഞാൻ കഴിക്കാൻ പോവാ. എന്റെ പൊന്നെ, എല്ലാം പുകയുന്നു. സത്യം പറഞ്ഞ ക്യാമറ മനസ്സിലാവുന്നല്ല, കണ്ണൊക്കെ ചുമന്നിരിക്കുക, നാക്കൊക്കെ സത്യം പറഞ്ഞാൽ പുകഞ്ഞ് കരിയുന്നു. ഇനി ഒരു ബാത്റൂമിൽ കൊണ്ടിടാം. ഇനിയിപ്പോൾ അതേ നടക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് ഞാൻ എടുത്തില്ലയോ? അതുകൊണ്ട് എനിക്ക് വേണ്ടി ജസ്റ്റ് ആ സബിലൊന്ന് ക്ലിക്ക് ചെയ്ത് തരാം, ബെല്ലി ഞെക്കി ആളിൽ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ലൈക്ക് അടിച്ചു തരാം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ തന്നെ ചതിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് തരാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.